ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ട്? നമ്മുടെ ഇവിടെ ഇന്നലെയും ഇന്നും നല്ല മഴയാണ് കേട്ടോ. രാത്രിയിലും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം കുറച്ച് ലേറ്റായി. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം ലേറ്റായിട്ട് എണീറ്റാലും വലിയ സീനൊന്നുമില്ല. അങ്ങനെ രാവിലെ എണീറ്റ് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് മഴയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന് ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാൽ ചായ ഉണ്ടാക്കുകയാണ്. മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ കൂടുതൽ ഇഷ്ടം കട്ടൻ ചായ കുടിച്ചിരിക്കാനായിരിക്കും. പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാട്ടോ, ഞങ്ങൾക്ക് പാൽ ചായ കുടിച്ച് മഴ ആസ്വദിച്ചിരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ എണീറ്റ ടൈം ആയപ്പോഴത്തേക്കും അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല പുട്ടും സോഫ്റ്റായിട്ടുള്ള പുട്ടായിരുന്നു. അതിന് പുറത്ത് നല്ല കടലക്കറിയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലോണം കഴിച്ചു. വീട്ടിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമൊക്കെ മാക്സിമം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വെള്ളം കൂടി ഭയങ്കര കുറവാണ്. അപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ബോട്ടിൽസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് എല്ലാത്തിലും വെള്ളം ഫില്ല് ചെയ്യുക. എന്നിട്ട് ഓരോരുത്തരും കയ്യിലായിട്ട് കൊണ്ടു കൊടുക്കും. അതാകുമ്പോൾ പിന്നെ അറ്റ്ലീസ്റ്റ് ആ കുപ്പിയിലുള്ള വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചു തീർക്കുമല്ലോ. അല്ലെങ്കിൽ ദാഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വെള്ളം കുടിക്കാനേ പോകത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുക എന്നുള്ളതാണ്. പക്ഷെ മഴയുള്ള ദിവസം എനിക്ക് ശരിക്കും കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അല്ലേ, നമ്മൾ പൊതുവേ അങ്ങനെയല്ലേ, മഴയുള്ള ദിവസങ്ങളിൽ തണുപ്പൊക്കെ ഏതായാലും നമ്മൾ സ്വെറ്റ് ചെയ്യത്തൊന്നുമില്ലല്ലോ. അതിന് പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയാണ്. സോ ഞാനിങ്ങനെ കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി നിന്ന് സെൽഫായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റഡ് ആക്കാൻ നോക്കുകയാണ് കുളിക്കാനും വേണ്ടിയിട്ട്. പിന്നെ എന്താണെങ്കിലും കുളിക്കാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ തലയിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ട് പിന്നെ കുളിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫൈനലി എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഡെയിലി മോയ്സ്ചറൈസർ ഇടും. വെളിയിലൊന്നും പോകാത്തതാണ് ഞാനങ്ങനെ സൺസ്ക്രീനൊന്നും ഇടാറില്ല. ഇങ്ങനെ പറയുന്ന കേൾക്കാം സൺസ്ക്രീൻ എങ്ങനെയാണെങ്കിലും ഇടണം എന്നൊക്കെ. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറില്ല. മോയ്സ്ചറൈസർ ഇടും എങ്ങനെയാണെങ്കിലും, വെളിയിൽ പോയാലും ഇല്ലെങ്കിലും ഒക്കെ എന്താണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് മോയ്സ്ചറൈസർ ഇടും. പിന്നെ സിന്ദൂരം തൊടും. അത് കഴിഞ്ഞിട്ട് പിന്നെ തലയിൽ മറ്റ് തോർത്ത് വെച്ച് കെട്ടി വെച്ചേക്കുന്ന കഴിച്ചിട്ട് ജസ്റ്റ് തലയൊക്കെ നല്ലോണം തോർത്തും. അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റെയിനി മോർണിംഗിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. പേഴ്സണൽ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഇപ്പോൾ ലീവ് ആയതുകൊണ്ട് എനിക്ക് ഓഫീസ് വർക്കൊന്നുമില്ല. സോ അങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ്, ഒരു റെയിനി മോർണിംഗ്. സോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കധികം വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും ടൈം കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. എന്താണെങ്കിലും സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ടാറ്റ, ബൈ, ടേക്ക് കെയർ.